നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. 5000 പ്രണയങ്ങളുള്ള ഒരു മന്ത്രി നമുക്കുണ്ട്. ഒരു വലിയ നേട്ടമാണ്. സർക്കാരിന് ഈ നേട്ടവും ഉയർത്തി കാണിക്കാം. എനിക്ക് തോന്നുന്നു ഗണേശൻ എല്ലാം തുറന്ന് സമ്മതിക്കുകയാണ്. പക്ഷേ എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് എന്തിന് നിങ്ങളെല്ലാവരും ചൂഴ്ന്നു നോക്കുന്നു എന്നുള്ള ഒരു ചോദ്യവും കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുൻപിൽ പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ മലയാളികൾ പറയുന്നുണ്ട്, ഒരു കപ്പ് കളഞ്ഞു കിട്ടിയിട്ടുണ്ട്. അതിജീവിതകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഉയർത്തിപ്പിടിച്ച ഒരു കപ്പുണ്ടായിരുന്നു, ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്ന് പറഞ്ഞിട്ട്. ആ കപ്പ് ഇപ്പോൾ കളഞ്ഞു കിട്ടിയിട്ടുണ്ട്. അതൊന്ന് ഉയർത്തിപ്പിടിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണം. കാരണം പത്തനാപുരത്ത് നടന്ന ചില വിവരങ്ങൾ അത് CPM-നെ വല്ലാതെ അങ്ങ് പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. അതുകൊണ്ടാണോ എന്തോ ആരും ഒന്നും പ്രതികരിക്കുന്നില്ല. അവിടെയും ഇപ്പോൾ ഒരു ഇരയാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം ഭാര്യയ്ക്ക് നേരെ പേഴ്സണൽ സ്റ്റാഫുകളെ ഉപയോഗിച്ച് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ചില നീക്കങ്ങൾ നടന്നു. അതായത് അവരിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങാനൊക്കെ ഉള്ള ഒരു പിടിവലിയും കാര്യങ്ങളും ഒക്കെ നടന്നു. അതൊന്നും ഈ പറയുന്ന ഗണേശന്റെ ഭാര്യ തള്ളിക്കളയാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ അങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഏകദേശം വ്യക്തമാകുകയാണ്. പക്ഷേ മന്ത്രി പറയുന്നത് ഇപ്പോൾ ഭാര്യയോട് മാപ്പ് പറഞ്ഞു, ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിലാണ് മുൻപോട്ട് പോകുന്നത് എന്ന് പറയുന്നു. പക്ഷേ ഇതുകൊണ്ടൊക്കെ രക്ഷപ്പെടാൻ സാധ്യതയുണ്ടോ? അല്ല, ഒരു ദിവസം മുൻപ് നമ്മുടെ മാതൃഭൂമി ചാനൽ ഒരു സർവേ നടത്തി കേരളത്തിൽ. അതിൽ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ മന്ത്രി അവർ പ്രഖ്യാപിച്ചു. കീഴൂട്ട് ബാലകൃഷ്ണപിള്ളയുടെ മകൻ KB ഗണേഷ് കുമാർ. പക്ഷേ ഒരു ദിവസം ഇരുട്ടി വെളുത്തപ്പോൾ നമ്മൾ കേൾക്കുന്നത് ഗണേഷ് കുമാറിൻ്റെ വസതിയിൽ നടന്ന ഒരു കീഴൂട്ടിനെ കുറിച്ചാണ്. ആ കീഴൂട്ട് വലിയ വിവാദമായി മാറിയിരിക്കുന്നു. പക്ഷേ ഇവിടെ അടിസ്ഥാനപരമായ ചില ചോദ്യങ്ങളുണ്ട്. ആ മുറിയിൽ നടന്നത് എന്ത്? ഒരു അടച്ചിട്ട മുറിയിൽ നടക്കുന്ന സംഭവങ്ങളിലേക്ക് എത്തി നോക്കാനുള്ള അവകാശം നമുക്കില്ല. പക്ഷേ ഇവിടെ ഒരാൾ ആ മുറിയിലേക്ക് എത്തി നോക്കി. അത് ഗണേഷിൻ്റെ ഭാര്യയാണ്. മുറിയിൽ കണ്ട കാര്യം അവർ മാലവരോട് വിളിച്ചു പറഞ്ഞു. അത് പക്ഷേ ഒരു ഗണേഷ് കുമാറിൻ്റെ വ്യക്തിത്വത്തിലേക്കുള്ള ഒരു കടന്നുകയറ്റമായി പോയി. ബിന്ദു മേനോൻ്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ച ഒരു അതിക്രമമാണ്. കാരണം വളരെ രസകരമായ സംഭവങ്ങൾ മാധ്യമങ്ങൾ അധികം ചർച്ച ചെയ്തില്ല. ഗണേഷ് കുമാറിൻ്റെ വസതിയിലേക്ക് അവർ ആദ്യം ഒളിച്ചാണ് എത്തിയത്. വണ്ടി കൊണ്ട് ഫ്രണ്ടിലിട്ടു, പെട്ടെന്ന് പുറത്തിറങ്ങി കൃത്യമായി ഇയാളുടെ ബെഡ്റൂമിലേക്ക് അവർ പാഞ്ഞു ചെന്ന്. എങ്ങനെ ബിന്ദു ഇത്ര കൃത്യമായി ഗണേഷ് കുമാറിൻ്റെ ബെഡ്റൂമിന് നേർക്ക് പാഞ്ഞു ചെന്നു? അപ്പോൾ ഇതിന് പിന്നിൽ ഒരു വലിയ ഒറ്റ് നടന്നിരിക്കുന്നു. ഗണേഷ് കുമാറിന് മറ്റൊരു രക്ഷാപ്രവർത്തനത്തിൽ അവിടെ ഏർപ്പെട്ടിരിക്കുന്ന കാര്യം ആരോ ദുരുദ്ദേശപരമായി ഒറ്റി. ഈ ബെഡ്റൂമിലെത്തി ഇവർ വാതിൽ അടിച്ചു പൊട്ടിക്കാനല്ല ആദ്യം ശ്രമിച്ചത്, മെല്ലെ തട്ടി. അപ്പോൾ എന്താണെന്ന് അറിയത്തില്ല, ഗണേഷ് കുമാർ ചെറുതായിട്ടൊന്ന് വാതിൽ തുറന്നു, തള്ളി തുറന്നകത്ത് കയറി. അപ്പോൾ അതിക്രമിച്ച് കിടന്നു. ഭാര്യയാണ് എന്നത് ശരി തന്നെ, പക്ഷേ മറ്റൊരു വ്യക്തിയാണ് ഗണേഷ് കുമാർ. അയാൾക്ക് എല്ലാ സ്വാതന്ത്ര്യവും അവകാശവുമുണ്ട് ഇന്ത്യൻ ഭരണഘടന നൽകുന്ന. അപ്പോൾ ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചാണ് അയാൾ പറഞ്ഞല്ലോ, എനിക്കൊരു പ്രണയം ഉണ്ട്, എനിക്കൊന്നല്ല 10,000 പ്രണയമുണ്ട്. അത്തരം പ്രണയങ്ങൾ എൻ്റെ ചുറ്റുവട്ടത്തുണ്ടാകും, അത് സ്വാഭാവികമാണ്. അങ്ങനെ ഈ സ്ത്രീ അവിടെ നടന്ന പ്രണയം കാണുന്നു. ഗണേഷ് കുമാറിൻ്റെ ഭാഷയിലാണ് പ്രണയം. നമുക്കതിനെ പല കാര്യങ്ങളിൽ വിശദീകരിക്കേണ്ടി വരും. കാരണം ഇന്നലെ ഗണേഷ് കുമാർ മാധ്യമ സമ്മേളനത്തിൽ പറഞ്ഞ വിശാലമായ ചില കാഴ്ചപ്പാടുണ്ട്. അതുകൂടി നമ്മളൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഗണേഷ് കുമാർ തന്നെ ഉപമിച്ചത് MT വാസുദേവൻ നായരായിട്ട്, നമ്മുടെ മാധവിക്കുട്ടിയായിട്ട്, അങ്ങനെ വലിയ വലിയ പുനത്തിൽ കുഞ്ഞബ്ദുള്ള എന്ന വലിയ എഴുത്തുകാരനുമായിട്ട്. പുനത്തിൽ കുഞ്ഞബ്ദുള്ളയെ സംബന്ധിച്ച് സ്ത്രീ വിചാരങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയുള്ളതാണ്. വളരെ കണക്കൂട്ടിയാണ്. അപ്പോൾ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ ജീവിതത്തിന് സമാനമാണ് തൻ്റേത് എന്ന് ഗണേഷ് കുമാർ പറഞ്ഞു വയ്ക്കുകയാണ്. പുനത്തിൽ വളരെ തുറന്നൊരു ജീവിതത്തിന് ഉടമയാണ്. പുനത്തിൻ്റെ കഥകൾ നമ്മൾ പറഞ്ഞാൽ ചിരിച്ചു, അതുകൊണ്ട് അത് പോകട്ടെ. അതിൻ്റെ കൂടെ ഗണേഷ് ഇന്നലെ പറഞ്ഞൊരു പ്രത്യേക പേരുണ്ട്, മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയിലേക്ക് വന്നില്ല, പക്ഷേ ജവഹർലാൽ നെഹ്റുവിൻ്റെ ലീലാവിലാസമൊക്കെ പരാമർശിച്ചു. മഹാത്മാഗാന്ധിയിലേക്കാണ് ഗണേഷ് ഒടുവിലെത്തിയത്. അപ്പോൾ ഈ മഹാത്മാഗാന്ധിയുടെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ നമുക്കറിയാം. അത്തരം സമാനമായ മോഡലിൽ ഒരു നഗ്ന ശരീരം അടുത്ത് കിടന്നാലും ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് പ്രലോഭനം ഉണ്ടായി എന്ന് നമുക്ക് പറയുക വയ്യ. പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തുന്നൊരു വ്യക്തിയാണ്. KSRTCയിൽ ഒട്ടനവധി പരീക്ഷണങ്ങൾ നടത്തി, അതൊക്കെ വിജയിപ്പിച്ചു. വ്യക്തി ജീവിതത്തിൽ ഒട്ടനവധി പരീക്ഷണങ്ങളൊക്കെ നടത്തി നമ്മൾ ഇതൊക്കെ കണ്ടു. വലിയ ക്രൂരതകൾ നേരിട്ടയാളാണ്. പണ്ട് യാമിനി തങ്കച്ചി അടിച്ച് മുഖത്തിൻ്റെ ഷേപ്പ് മാറ്റി, അത് മാധ്യമങ്ങളിലൂടെ കേരളം മുഴുവൻ കണ്ടതാണ്. ചോര ഒലിച്ച് പൊട്ടിയൊലിച്ച് മുഖവുമായി നിൽക്കുന്ന ഗണേഷ് കുമാറിൻ്റെ ചിത്രം. അതൊക്കെ അതിജീവിച്ച വ്യക്തിയാണ്. അപ്പോൾ ഇതൊരു പരീക്ഷണമായി, സത്യാന്വേഷണ പരീക്ഷണമായി വേണമെങ്കിൽ കേരളത്തിനെടുക്കാം. അതല്ല, ഇതൊരു രക്ഷാപ്രവർത്തനമായി വേണമെങ്കിൽ നമുക്ക് കേരളത്തിൽ ഇതെടുക്കാം.
പിന്നെ ഏതൊരു സംഭവവും നമ്മൾ നോക്കിക്കാണുന്നതിൻ്റെ വലിയ വൈരുദ്ധ്യമുണ്ട്. നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ അയാൾ എക്സർസൈസ് ചെയ്യുകയായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യോഗ മുദ്രയിൽ നിൽക്കുകയായിരിക്കാം, അതല്ലെങ്കിൽ അയാളുടെ സത്യാന്വേഷണ പരീക്ഷണമായിരിക്കും. ഞാനിത് പറയാൻ കാരണം, എന്തായാലും അവിടെ സംഭവിച്ചത് അയാളുടെ വ്യക്തിപരമായ ഇടപെടൽ. എത്തി നോക്കിയത് ഭാര്യയ്ക്ക് അവകാശമുണ്ട് ആ ബെഡ്റൂമിലേക്ക് എത്തി നോക്കാൻ, അത് നമ്മൾ അംഗീകരിക്കണം. പക്ഷെ പെട്ടെന്ന് ഭാര്യയെ തടഞ്ഞു. ഭാര്യയുടെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങാൻ ഉള്ള ശ്രമങ്ങൾ പല സ്റ്റാഫിൻ്റെ ഭാഗത്ത്, ശാന്തന്, അവിടെ ഉണ്ടായിരുന്ന പ്രദീപ്, പിന്നെ മനോജ്, എല്ലാവരുടെ കൂടി വളരെ ക്രൂരമായി ഒരു സ്ത്രീയെ തടയാനും അവർ വേട്ടയാടാനും ശ്രമിച്ചു. പെട്ടെന്ന് പോലീസിനെ വിളിച്ചു, പോലീസ് എത്തി. പക്ഷെ പോലീസിനെ പെട്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നത് മനോജോ ശാന്തരോ ആരോ ഒരാൾ ഓടിച്ചെന്ന് പോലീസിനെ ഭയപ്പെടുത്തി. ഇത് മന്ത്രിയുടെ സ്വകാര്യതയുടെ പ്രശ്നമാണ്, അയാളുടെ ബെഡ്റൂമിൽ നടക്കുന്ന കാര്യങ്ങൾ എത്തി നോക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല, നിങ്ങൾക്ക് ഏതെങ്കിലും 112 ഒരു കോള് വന്നു എന്നതിൻ്റെ പേരിൽ ഇത്തരം അതിക്രമങ്ങളൊന്നും കാട്ടരുത് എന്ന് പറഞ്ഞു. പോലീസ് ഭയപ്പെട്ട് പിന്നോട്ട് വരും, കാരണം മന്ത്രിയാണ്, അതിലേക്ക് വരാൻ സാധിക്കില്ല. പിന്നീട് ഈ ഭാര്യ നിസ്സഹായതയോടെ പൊട്ടിത്തെറിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ ചില വെളിപ്പെടുത്തലുകൾ നടത്തുന്നു. അവരുടെ വെളിപ്പെടുത്തലിലായിരുന്നു നമുക്ക് ആദ്യ ട്വിസ്റ്റ് അനുഭവപ്പെട്ടത്. ആ വെളിപ്പെടുത്തൽ കാണപ്പെടരുതാത്ത സാഹചര്യത്തിൽ തൻ്റെ ഭർത്താവായ ഗണേഷ് കുമാറിനെ ബെഡ്റൂമിൽ മറ്റൊരു സ്ത്രീയുമായി കണ്ടു. പക്ഷെ അവർ സ്ലിപ്പ് ഓഫ് ടങ്ങിൽ ഒരു സത്യം അവിടെ പറഞ്ഞു, ഒരു കുട്ടി എന്ന്. അപ്പോൾ കുട്ടി എന്ന് നമ്മൾ സാധാരണ ഒരു സ്ത്രീ ഉദ്ദേശിക്കുന്നത് പ്രായപൂർത്തിയാകാത്ത കുട്ടിയാണ്. ഇതിനെ തുടർന്ന് പല കിംവദന്തികൾ പരന്നു, ഒരു അമ്മയും മകളുമായിരുന്നു എന്നും, ഇത്രയധികം ആൾക്കാരുടെ പേര് ചേർത്ത് വെച്ച് ജയിലിൽ നിന്നിറങ്ങിയ ഒരു തടവുപുള്ളി ആയിരുന്നു എന്നും, അങ്ങനെ സോഷ്യൽ മീഡിയയിൽ പല പേരുകൾ പ്രചരിപ്പിച്ചു. അത് ഗണേഷ് കുമാർ ആയതുകൊണ്ടാണ് ഇത്രയും, കാരണം 5000 പ്രണയമുണ്ട്, ഇതിൽ ഏതാ പിക്ക് ചെയ്യാനുള്ളൊരു പ്രശ്നം. ഈ സ്ത്രീയുടെ ഒരു തുറന്നു പറച്ചിലിൽ നടുക്കം വരുത്തുന്ന ഒരു പ്രയോഗമുണ്ട്, ഒരു കുട്ടി. അങ്ങനെയെങ്കിൽ സംഗതി പോക്സോയാണ്, അപകടമാണ്. ഇന്നലെ അത് ഇടിപെട്ടേറ്റതുപോലായി CPM, LDF. ഈ സ്ത്രീയുടെ പത്രസമ്മേളനം കഴിഞ്ഞതിൽ പിന്നെ ഒറ്റ നേതാക്കളുടെ ഒരു പ്രസ്താവന പുറത്തു വന്നില്ല. പക്ഷെ അവിടെയും മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ വലിയ ചങ്കൂറ്റത്തോടെ വരുന്ന ഗണേഷ് കുമാറിൻ്റെ ഒരു അജയ്യത നമ്മൾ കണ്ടു. പിന്നീട് ഗണേഷ് കുമാർ നടത്തിയ ഒരു അശ്വമേധമുണ്ട്. ഈ സ്ത്രീക്കെതിരെ ആദ്യം അവർക്ക് വട്ടാണ്, 112 വിളിച്ച് വട്ടുമൂത്തിട്ടാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ സ്ത്രീ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരുന്നു. ഇവരെ ഒരു സംശയരോഗിയാക്കി ഇയാൾ ചിത്രീകരിച്ചിരുന്നു. ഇവരുടെ ഫോൺ കോളുകൾ അടക്കം അയാൾ ട്രാക്ക് ചെയ്തിരുന്നു. ഇത്തരം കാര്യങ്ങൾ ഒട്ടനവധി പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. എല്ലാറ്റിനും ഒടുവിൽ നമ്മൾ നമുക്കിനി ഈ കഥയിലൊക്കെ ഒന്നുകൂടെ തിരിച്ചു വരാം. പക്ഷേ എല്ലാറ്റിനും ഒടുവിൽ നമ്മൾ കേൾക്കുന്നത്, ഇന്നലെ രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ ആ സ്ത്രീ നിശബ്ദയാക്കപ്പെട്ടു. 2 കാര്യങ്ങളാണ് അവർ പറയുന്നത്. അവർ പറഞ്ഞതൊന്നും പിൻവലിച്ചിട്ടില്ല. ഞാൻ എൻ്റെ ഭർത്താവിന് മാപ്പ് നൽകിയിരിക്കുന്നു. വൈകാരികമായ പ്രതികരണമാണ് ഇന്നലെ നടത്തിയത്. സർക്കാരിനെയും മന്ത്രിയെയും പ്രതിസന്ധിയിലാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഇന്നലെ ആ സ്ത്രീ പറഞ്ഞ വസ്തുതകളായി നിലനിൽക്കുന്നു. പക്ഷെ ഞാൻ എൻ്റെ ഭർത്താവിനോട് ക്ഷമിച്ചിരിക്കുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രിയെ കണ്ട ഗണേഷിനോട് കേരളത്തിൻ്റെ മഹാനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശാൻ ക്ഷമിച്ചിരിക്കുന്നു. അപ്പോൾ എല്ലാവരും ക്ഷമിച്ചിരിക്കുന്നു. CPM ക്ഷമിച്ചിരിക്കുന്നു, LDF ക്ഷമിച്ചിരിക്കുന്നു. ഞങ്ങൾക്കില്ലാത്ത പ്രശ്നം നിങ്ങൾക്ക് എന്താണ്? എനിക്കും അവർക്കും ഇടയിലുള്ള ഒരു പ്രശ്നമായിരുന്നല്ലോ, ഞങ്ങൾ പരസ്പരം ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഈ പ്രശ്നം തീർത്തു. എങ്ങനെ ക്ഷമിച്ചു എന്നതിൻ്റെ നമുക്കൊരു കണക്കൂടെ ഒന്നെടുക്കാം. ഇന്നലെ വൈകുന്നേരം ഈ ബാലഗോപാൽ എന്ന് പറഞ്ഞ ദേവി ഫാർമയുടെ ഒക്കെ ഒരു ഉടമ, തിരുവനന്തപുരത്ത് വലിയ ധനാഢ്യന, വലിയ വ്യവസായിയാണ്. ഇയാൾ ചെറുപ്പം മുതൽ ഗണേഷ് കുമാറിൻ്റെ ഉറ്റ ചങ്ങായിയാണ്. അത് ഈ തിരുവനന്തപുരം കമ്പനിയുണ്ട്. പണ്ട് ബാലകൃഷ്ണപിള്ള മന്ത്രിയായിരുന്നപ്പോൾ തിരുവനന്തപുരത്തെ മന്ത്രി, സ്ഥലത്തെ പ്രധാന ദിവ്യൻ, അങ്ങനെ ബാലകൃഷ്ണപിള്ള ഇവിടെ നിറഞ്ഞു നിന്നിരുന്നൊരു കഥാപാത്രമാണ്. അപ്പോൾ ബാലകൃഷ്ണപിള്ളയുടെ ഒരേ ഒരു ആൺതരി ഗണേഷ് കുമാർ അന്ന് സിറ്റിയിൽ ഭയങ്കര വിലസിയിരുന്നു. അന്ന് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ഇന്ന് സമൂഹത്തിൻ്റെ പല ഉന്നതങ്ങളിലും ഇരിപ്പുണ്ട്. അവരൊക്കെ വലിയ സ്വാധീന ശക്തിയുള്ളവരാണ്. പെട്ടെന്ന് തന്നെ ബാലഗോപാൽ ഈ പ്രശ്നത്തിൽ ഇടപെട്ടു. ബാലഗോപാലിനെ സംബന്ധിച്ച് ഒട്ടനവധി ബന്ധമുണ്ട് ഈ കുടുംബമായിട്ട്. ബാലഗോപാൽ കുടുംബപരമായി ഗണേഷ് കുമാറിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ടയാളാണ്. ബാലഗോപാലിനെയാണ് പാർട്ടി ദൗത്യം ഏൽപ്പിച്ചത്. 2 കാരണങ്ങളുണ്ട്. ഈ തിരുവനന്തപുരം സെൻട്രൽ സീറ്റ് ആന്റണി രാജുവിന് കൊടുക്കില്ല എന്ന ഘട്ടത്തിലെത്തിയപ്പോൾ ബാലഗോപാലിന് കൊടുപ്പിക്കാൻ വേണ്ടി ചില കളികൾ ഗണേശൻ കളിച്ചിരുന്നു. അപ്പോൾ വലിയ ഒരു തിക് ബോണ്ടിങ്ങാണ് ഇരുവരും തമ്മിൽ. ബാലഗോപാൽ ഇന്നലെ ഗുരുവായൂർ ആറാട്ട് കഴിഞ്ഞ് നേരെ പാലക്കാട്ടേക്ക് വിട്ടു, ബിന്ദുവിൻ്റെ അടുക്കലെത്തി. അതിന് മുമ്പ് തന്നെ ഗണേഷ് തൻ്റെ സഹോദരിയോട് പറഞ്ഞ് ബിന്ദുവിനെ വിളിപ്പിച്ചിരുന്നു, ബിന്ദുവിൻ്റെ ബന്ധുക്കളെ കൊണ്ട് വിളിപ്പിച്ചിരുന്നു. അങ്ങനെ വലിയ സമ്മർദ്ദം കൊടുത്തിരുന്നു. പാർട്ടിക്കാർ ബിന്ദുവുമായി സംസാരിച്ചു.
ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ മറ്റൊരു വനിതാ മന്ത്രിയും ബിന്ദുവിനെ വിളിച്ച് ഈ പ്രശ്നം വഷളാക്കരുതെന്ന് അഭ്യർത്ഥിച്ചിരുന്നു. അങ്ങനെ ബിന്ദു വൈകുന്നേരം ആയപ്പോഴേക്കും വലിയ സമ്മർദ്ദത്തിലായി. അപ്പോഴാണ് ബാലഗോപാൽ ചെന്നത്. ബാലഗോപാൽ ചെന്നു, ഗണേശൻ ഒരു ആത്മഹത്യാശ്രമം നടത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ പലതും കണ്ടിട്ടുണ്ട് എന്നായി ബിന്ദുവിൻ്റെ ഒരു ഭാവം. പക്ഷേ ഫോൺ ബാലഗോപാൽ വിളിക്കുന്നു, ബാലഗോപാൽ ലൗഡ് സ്പീക്കറിലിടുന്നു. അപ്പോൾ പൊട്ടിക്കരയുക ഗണേഷ് കുമാർ, എനിക്ക് തെറ്റുപറ്റി, എന്നോട് ക്ഷമിക്കാൻ പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ ഗണേഷ് കുമാറിൻ്റെ ഈ നിലവിളി കണ്ട് ബിന്ദു ഒന്ന് തളർന്നു. ബാലഗോപാൽ പറഞ്ഞു, നമുക്ക് ഈ രീതിയിൽ അയാളെ ഇങ്ങനെ നിർത്താൻ കഴിയില്ല. പിന്നെ ഗണേഷ് കുമാറിന് എന്തോ ചെറിയൊരു മാനസിക പ്രശ്നം കൂടിയുണ്ട്. അതായിരിക്കാം ഇങ്ങനെ കാമുകിമാർ അയാളുടെ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്നത്. അയാൾ തെറ്റുകാരനല്ല, അയാൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഇത്തരം പ്രലോഭനങ്ങളിലൊന്നും വീഴത്തുമില്ല എന്ന് ബാലഗോപാൽ വളരെ വിശദമായി പറഞ്ഞു. ഒടുവിൽ ഫോൺ ബിന്ദുവിന് കൊടുത്തപ്പോൾ ഗണേഷ് കുമാർ നിരുപാധിക മാപ്പ് ചോദിച്ചു. തന്നോട് തൻ്റെ തെറ്റിന് ക്ഷമിക്കണം, ഇനി മേലാൽ ഇത് ആവർത്തിക്കില്ല. ഇത് പലപ്പോഴും പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുള്ളതാണ് എന്ന് ഇന്നലെ ബിന്ദു പറഞ്ഞിരുന്നു. ഈ മാപ്പ് പറച്ചിൽ സ്ഥിരമായിട്ട് നടക്കുന്നതാണ്. പക്ഷേ ഇന്നലെ മാധ്യമങ്ങളോട് ബിന്ദു ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി. ഇന്ന് എല്ലാം ക്ഷമിച്ചു. ഇന്നലത്തെ ഈ സീൻ കഴിഞ്ഞതോടെ ഈ ആത്മഹത്യാശ്രമം, ബാലഗോപാലിൻ്റെ ഈ അനുരഞ്ജന നീക്കം, ഗണേശൻ്റെ ഫോൺ വിളി, ക്ഷമ പറച്ചിൽ, ഇതെല്ലാം കഴിഞ്ഞ് ബിന്ദു ചില കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു. ഒന്ന്, ഇന്ന് പരാതി കൊടുത്താൽ സംഭവിക്കുന്നത് എന്താണ്? അയാളുടെ മന്ത്രിസ്ഥാനം പോവും, അയാളുടെ ജനപ്രതിനിധി സ്ഥാനം പോവും. മീൻസ് അടുത്ത ഇലക്ഷനും അവരുടെ പരാതിയായിട്ട് നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണ്, വലിയ വിവാദം ആളിക്കത്തും. പിന്നീട് ഇവർക്ക് ചില വെളിപ്പെടുത്തലുകൾ നടത്തേണ്ടി വരും. ഏതായിരുന്നു അവിടെ കണ്ട സ്ത്രീ, എന്തായിരുന്നു അവർക്കിടയിലെ കാഴ്ച, ഇതൊക്കെ വലിയ ചർച്ചകളിലേക്ക് പോകും. പിന്നീട് ഒരു കാലത്തും ഗണേശൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ കഴിയില്ല. ഇതൊരു മന്ത്രി പത്നി പദമാണ്, അത്ര നിസ്സാരമല്ല. യാമിനി തങ്കച്ചിയെ പോലെ അത്ര നിഷ്കളങ്കമായി ഇട്ടെറിഞ്ഞിട്ട് പോകാനൊന്നും കഴിയില്ല. യാമിനി തങ്കച്ചി അച്ഛനൊന്നും ഇല്ലാത്തൊരു സാധു സ്ത്രീ, തിരുവനന്തപുരത്തെ ഒരു കുടുംബക്കാരിയായിരുന്നു. അവർ വല്ലാത്ത വിധത്തിൽ പലതും അനുഭവിച്ചിട്ടാണ് ഒടുവിൽ പൊട്ടിത്തെറിച്ച് 2013 വിവാഹമോചനം വരെ എത്തിയത്. ആ വിവാഹമോചനത്തിൽ എത്തുന്ന ഘട്ടത്തിൽ അന്ന് ഉമ്മൻചാണ്ടിയുടെ അടുക്കൽ ചെന്നവർ പറഞ്ഞു, ഞാൻ പോലീസിൽ പരാതി നൽകുമെന്ന് പറഞ്ഞു. ഉമ്മൻചാണ്ടി അപകടം മനസ്സിലാക്കി. അന്ന് അവർ പരാതി നൽകിയാൽ പോലീസിന് കേസെടുക്കണം, ഗണേശനെ പിടിച്ച് ജാമ്യമില്ലാ വകുപ്പിൽ ജയിലിൽ ഇടേണ്ടി വരും. കാരണം കൃത്യമായ തെളിവുമായിട്ടാണ് നിൽക്കുന്നത്. ഉമ്മൻചാണ്ടി അന്ന് ഗണേശനെ സഹായിക്കാനാണ് ശ്രമിച്ചത്. ഉമ്മൻചാണ്ടി പെട്ടെന്ന് ബാലകൃഷ്ണപിള്ളയെ വിളിച്ചു, ഗണേശനോട് പറഞ്ഞു, ഈ പ്രശ്നം പരിഹരിച്ചില്ല എങ്കിൽ വലിയ കുഴപ്പത്തിലേക്ക് പോകും, കൈ നിൽക്കത്തില്ല. അങ്ങനെ ഗണേഷ് കുമാർ ചെന്നു, ബാലകൃഷ്ണപിള്ള മരുമോളെ വിളിച്ചു, യാമിനിയോട് പറഞ്ഞു, നീ പരാതിയായിട്ട് പോകരുത്, നിനക്ക് ജീവിക്കാനുള്ളതൊക്കെ ഞാൻ തരാം. അങ്ങനെ പറഞ്ഞ് എത്ര രൂപ വേണം, അങ്ങനെ പണം, ഗണേശൻ്റെ വഴുതക്കാട് വീട്, ഇതെല്ലാം ബാലകൃഷ്ണപിള്ള ഇനിഷ്യേറ്റീവ് എടുത്ത് ഉമ്മൻചാണ്ടിയുടെ നിർബന്ധം കൊണ്ടാണെന്ന് എഴുതി കൊടുത്തത്. പണം ഒന്ന് പോയി കഴിഞ്ഞപ്പോൾ ഗണേശന് കലി പൊട്ടി. എൻ്റെ പൈസ മുഴുവൻ ഉമ്മൻചാണ്ടി പിടിച്ചു പറിച്ച് യാമിനിക്ക് കൊടുത്തു എന്ന ആക്ഷേപമാണ് അന്ന് ഉമ്മൻചാണ്ടിക്കെതിരെ അന്ന് ഗണേശൻ തിരിയാനുള്ള കാരണം. ഇവിടെ ഇത് ഉമ്മൻചാണ്ടിയെ പോലൊരു മനുഷ്യനില്ല, ബാലകൃഷ്ണപിള്ളയെ പോലൊരു മനുഷ്യനില്ല. ബിന്ദു ഇപ്പോൾ പരാതി കൊടുത്ത് കട്ടയ്ക്കിറങ്ങിയാൽ വഴിയാധാരമാവും. കാരണം ഗണേഷ് പഴയ ഗണേഷ് കുമാറുമല്ല. ഗണേഷ് കുമാറിന് ഇന്ന് NSSുമായിട്ട് വലിയ ബന്ധമുണ്ട്, വിവാദങ്ങളൊക്കെ ഉണ്ട്. പത്തനാപുരം താലൂക്ക് NSS യൂണിയൻ താലൂക്കുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി വിവാദങ്ങളിൽപ്പെട്ടു. അവിടെ പത്മ കഫേ ഉണ്ടാക്കിയതിൽ പോലും കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ഉണ്ടെന്ന ആരോപണമൊക്കെ ഉയർന്ന ഘട്ടത്തിലാണിത് വന്നത്. പക്ഷേ എങ്കിൽ പോലും ഇന്നലെ വൈകിട്ട് സുകുമാരൻ നായരെ വിളിച്ചിരുന്നു ഗണേഷ് കുമാർ. സുകുമാരൻ നായരോട് പൊട്ടിക്കരയത് ഈ പ്രശ്നത്തിൽ ഇടപെടണം. കാരണം സുകുമാരൻ നായരും പിണറായിയായിട്ട് ഇപ്പോൾ നല്ല റാപ്പോയാണ്. സുകുമാരൻ നായർ ഇന്നലെ പിണറായിയെ വിളിച്ച് പറഞ്ഞു, അതും NSSൽ നിന്നുള്ള വിവരമാണ്, ഗണേഷിനോട് പെട്ടെന്ന് രൂക്ഷമായ പ്രതികരണമൊന്നും നടത്തരുത്, ഗണേഷ് കുമാറിൻ്റെ വിഷയം പഞ്ചായത്താക്കി തരാം എന്നാണ് സുകുമാരൻ നായർ പറഞ്ഞത്. അപ്പോൾ സുകുമാരൻ നായരുടെ ഒരു വാത്സല്യമുണ്ട്, അതിപ്പോഴും ഉണ്ട്. അത് ഏത് ഹിതം നടക്കുമ്പോഴും ആ വാത്സല്യം കൂടുതൽ ശക്തിപ്പെടും. സുകുമാരൻ നായർക്ക് ഒരുപാട് ഉപകാരം ചെയ്യുന്ന ആളാണ് എന്ന് മാത്രമല്ല, ഈ സുകുമാരൻ നായരുമായിട്ട് ബന്ധപ്പെട്ട ആ കുടുംബത്തിലെ ചില പ്രശ്നങ്ങൾ ഇപ്പം ഗണേഷ് കുമാർ ഒതുക്കി വെച്ചിരിക്കുകയാണ്. വേണ്ടി വന്നാൽ അതൊക്കെ കുത്തിപ്പൊക്കി പോലീസ് കേസാക്കാനും കുടുംബത്തെ നാറ്റിക്കാനും കഴിയും സുകുമാരൻ നായർക്കും മാനവും ഇതൊക്കെ കാത്തു സൂക്ഷിക്കണമല്ലോ. അപ്പോൾ ഗണേഷ് കുമാറിനെ പോലെ ഒരാളെ കയ്യിലിരിക്കുന്നതല്ല. ഇന്നലെ സുകുമാരൻ നായർ ബന്ധപ്പെട്ടു, മറുവശത്ത് ഈ ഓപ്പറേഷനുകൾ നടത്തി. നേരം വെളുത്തപ്പോൾ നമ്മൾ കേൾക്കുന്നത് ബിന്ദു മേനോൻ ക്ഷമിച്ചിരിക്കുന്നുവെന്നാണ്. പക്ഷേ ഇതൊരു നല്ല മാതൃകയാണ്. ദൈവം കൂട്ടിച്ചേർത്തത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്ന് പറയുന്നത് പോലെ കേരളത്തിലെ സാധാരണ കുടുംബങ്ങളിലൊക്കെ കഥകളെടുത്ത് എന്തെങ്കിലും ഒരു ചെറിയ സംശയം വന്നാൽ രണ്ടും കൂടെ കീരിയും പാമ്പ് പോലെ അടിച്ച് പിരിഞ്ഞ് പിന്നെ ഏതെങ്കിലുമൊക്കെ കുടുംബ കോടതി ചെന്ന് രണ്ട് വക്കീലന്മാർ ഈ കേസ് ഏറ്റെടുത്ത് അടിച്ച് പിരിച്ച് രണ്ട് വഴിയിലാക്കി വെക്കും.
ഇവിടെ എന്തായാലും അതിനെ ഒന്ന് കൂട്ടിയോജിപ്പിക്കാൻ ഈ വലിയ വ്യക്തികൾക്ക് കഴിഞ്ഞു. പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ഗണേഷ് കുമാറിൻ്റെ സുഹൃത്തുക്കൾ, സുകുമാരൻ നായരെ പോലുള്ള വലിയ മഹാന്മാർ, ഇവരെല്ലാം കൂടെ ചേർന്ന് അതിനെ പഞ്ചായത്താക്കി. ഗണേഷ് കുമാർ ക്ഷമ പറഞ്ഞു, സംഭവം തീർന്നു. പക്ഷേ ഇവിടെ ചില ചോദ്യങ്ങൾ അവശേഷിക്കുന്നു. ഇന്നലെ ഈ പ്രശ്നം പുറത്ത് ഇവർ ഇത്ര രൂക്ഷമായി സംസാരിക്കാൻ എന്താണ് കാരണം? അവിടെ നടന്നത് വെറും രക്ഷാപ്രവർത്തനം മാത്രമാണോ? അതല്ല, ഒരു പീഡനത്തിൻ്റെ അംശമുണ്ട് എങ്കിൽ അത് പരിശോധിക്കപ്പെടേണ്ടേ? ഒരു സ്ത്രീ വളരെ നിരാലംബയായി ഞാനിവിടെ എൻ്റെ ഭർതൃഗൃഹത്തിൽ പീഡനമേൽക്കുന്നു, എന്നെ ചില ഗുണ്ടകൾ ചേർന്ന് ആക്രമിക്കുന്നു എന്ന് പിങ്ക് പോലീസ് ഉൾപ്പെടെ ഉള്ള കേരളത്തിൻ്റെ പോലീസ് സംവിധാനത്തോട് കേണപേക്ഷിക്കുമ്പോൾ അവർ വന്ന് മീറ്ററുകൾക്ക് ദൂരെ നിൽക്കുന്നു. അവർ ആ വീട്ടിലേക്ക് പോലും അടുക്കുന്നില്ല. മന്ത്രിയുടെ അധികാര ദുർവിനിയോഗമുണ്ട് അവിടെ. ഓർക്കണം, അവിടെ ഹിതമാണെങ്കിലും അവിഹിതമാണെങ്കിലും ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നത് സർക്കാർ മുടക്കുന്ന പണത്തിലാണ്. സർക്കാരാണ് ആ മന്ത്രിയുടെ വാഹനത്തിന് പണം മുടക്കുന്നത്. അയാൾക്ക് ഈ ഹിതം നടക്കുമ്പോൾ പുറത്ത് കാവലൊരുക്കിയിരിക്കുന്ന പോലീസുകാരെ നിർത്തിയിരിക്കുന്ന നമ്മുടെ ഖജനാവിൻ്റെ പണം ഉപയോഗിച്ചാണ്. പിന്നീട് അയാൾക്ക് വേണ്ടത്ര സുരക്ഷാ കരുതലോടെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്നത് ഇത്തരം ഖജനാവിലെ പണം ഉപയോഗിച്ചാണ്. അപ്പോൾ നമ്മുടെ ഖജനാവിൻ്റെ ചെലവിൽ, കേരള പോലീസിൻ്റെ കരുതലിൽ, മുഖ്യമന്ത്രിയുടെ പ്രത്യേക വാത്സല്യത്തിൽ ഇത്തരം ഇടപാടുകൾ നടക്കുമ്പോൾ അത് സ്വാഭാവികമായും കേരളത്തിലെ ജനങ്ങൾ ചോദ്യം ചെയ്യും. അതിൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആ മുറിയിലേക്ക് ഒളിഞ്ഞു നോക്കുന്നത് കേരളമല്ല, മറിച്ച് അയാളുടെ ഭാര്യയാണ്. അയാളുടെ ഭാര്യയുടെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെയാണ് ചില ചർച്ചകൾ ഉയരുന്നത്. ഇന്നലെ ഗണേഷ് കുമാറിൻ്റെ ഒരു വിശദീകരണം ഉണ്ടായിരുന്നു. എൻ്റെ വ്യക്തിപരമായ കാര്യത്തിലേക്ക് ആരും എത്തി നോക്കേണ്ടത്, ഇത് വ്യക്തിപരമായ കാര്യത്തിനപ്പുറത്ത് ഒരു സ്റ്റേറ്റ് ഇടപെടേണ്ട തലമാണ്. ഒരു മന്ത്രിയുടെ ഭാര്യയ്ക്ക് പോലും അവരുടെ കുടുംബത്തിൽ, വീട്ടിൽ സുരക്ഷയില്ല എന്ന യാഥാർത്ഥ്യം കേരളം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. പിന്നീട് ഭാര്യ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവരെ ഏതെങ്കിലും വിധത്തിൽ ഭയപ്പെടുത്തിയാണോ ഇത്തരമൊരു സെറ്റിൽമെൻറ്റിൽ എത്തിച്ചത്? അവരെന്താണ് ഇപ്പോൾ പെട്ടെന്ന് ഗണേഷ് കുമാറിനോട് ക്ഷമിക്കാനുള്ള കാരണം? പലപ്പോഴും അവർ തന്നെ പറഞ്ഞ ഒരു നിരാലംബയായ സ്ത്രീയാണ്. ഈ അധികാരവും പണവും സ്വാധീനവും ഒക്കെ കൈയാളുന്ന ഒരു മന്ത്രിയോട് ഏറ്റുമുട്ടാൻ തനിക്ക് കഴിയില്ല എന്നൊക്കെ ഇന്നലെ പറഞ്ഞു. അപ്പോൾ അധികാരവും പണവും സ്വാധീനവും, ഓർക്കണം, മന്ത്രിസ്ഥാനം വഹിക്കുന്നയാളാണ്. LDF തൻ്റെ കയ്യിലാണ്. ഏതെങ്കിലും തലത്തിൽ ശക്തമായൊരു സമ്മർദ്ദമൊന്നും കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ ഇലക്ഷൻ വരെ എല്ലാ നാടകവും കളിച്ച് കൂടെ നിർത്തി ഇലക്ഷന് ശേഷം ആ സ്ത്രീക്ക് എന്തെങ്കിലും അപായം സംഭവിച്ചാലോ? അപ്പോൾ വല്ലാത്തൊരു ഘട്ടത്തിലേക്കാണ് കേരളത്തിൻ്റെ പോക്ക്. മറുവശത്ത് ഗണേഷ് കുമാറിനോട് ക്ഷമിക്കാൻ കേരളം തയ്യാറാണോ, പത്തനാപുരം തയ്യാറാണോ എന്ന ചോദ്യം കൂടുതൽ ന്യായമാണ്. ഇവിടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിവാദങ്ങൾക്ക് ശേഷം ഇതൊരു പുതിയ ട്രെൻഡായി മാറുകയാണ്. അതായത് മുമ്പൊക്കെ ഈ പറയുന്ന മന്ത്രിമാർക്കോ MLA-മാർക്കോ ഏതെങ്കിലും ഒരു ജനപ്രതിനിധിക്ക് നേരെ ഇത്തരത്തിലുള്ള സ്ത്രീ വിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ അവരൊന്ന് പകയ്ക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഇപ്പം വ്യക്തിപരമായ കാര്യമാണ്. എല്ലാം അങ്ങ് തുറന്ന് സമ്മതിക്കാൻ ജനപ്രതിനിധികൾ അവർ തയ്യാറാകുന്നുണ്ട്. ഈ പറയുന്ന ഗണേഷും പറയുന്നുണ്ട് അതെൻ്റെ വ്യക്തിപരമായ കാര്യമാണ്, എനിക്ക് 5000 പ്രണയങ്ങളുണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പിന്നീട് നമ്മൾ കണ്ടതാണ് ഈ പറയുന്ന ഗണേഷിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ച് ആദ്യം രംഗത്ത് വന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് മറുപടി കൊടുത്തുകൊണ്ട് ഗണേഷ് വീണ്ടും രംഗത്ത് വരുന്നു. അപ്പോൾ ഇരു കൂട്ടരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാഗ്വാദങ്ങൾ കഴിഞ്ഞ ഒരു ദിവസം നമ്മൾ കണ്ടതാണ്. ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറയുന്ന ഗണേശന് ഈ രാഹുലിനെ ഉപദേശിക്കാൻ എന്താണ് യോഗ്യത, രാഹുലിന് ഗണേശനെ ഉപദേശിക്കാൻ എന്താണ് യോഗ്യത, അതും ഒരു രസകരമായ രീതിയിൽ അത് വലിയ ട്രോളായി ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഗണേഷ് കുമാറിൻ്റെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, നമ്മളിൽ ആരാണ് മികച്ച കളിക്കാരൻ എന്നുള്ളൊരു ചോദ്യമാണ് ഗണേഷ് കുമാർ ഇന്നലെ മാധ്യമപ്രവർത്തകരോട് ചോദിച്ചത്. ഇവിടെ പ്രണയമില്ലാത്തവരാരുണ്ട്? ഇപ്പോൾ ഗണേഷ് കുമാർ ഉദ്ദേശിച്ചത് ഇതുപോലത്തെ പ്രണയം. ഭാര്യ ഉണ്ട്, ഭാര്യ 2014 വന്നതല്ലേ, 10 വർഷമായില്ലേ. അപ്പോൾ ഇത്തരം പ്രണയങ്ങളില്ലാത്തവരാരുണ്ട്? രാഷ്ട്രീയ നേതാക്കളിലുണ്ടോ? പേരെടുത്താണല്ലോ ചോദിച്ചത്. ജവഹർലാൽ നെഹ്റുവിനില്ലായിരുന്ന പ്രണയം, മാധവിക്കുട്ടിക്കില്ലായിരുന്ന പ്രണയം, എല്ലാവരും നിങ്ങൾക്കില്ലേ? ഒറ്റ മാധ്യമപ്രവർത്തകർ ഉത്തരം പറഞ്ഞില്ല. ഈ മാധ്യമപ്രവർത്തകരുടെ ആ ചോദ്യത്തിൽ അങ്ങ് കൃത്യതയോടെ അയാൾ വീഴ്ത്തി കളഞ്ഞു. അയാൾ നല്ലൊരു കളിക്കാരനാണ്. ഈ തിരുവനന്തപുരം അങ്ങാടിയിൽ കളി പിടിച്ച ഗണേശൻ. അതുകൊണ്ട് അത്ര പെട്ടെന്ന് ഈ കളിയിൽ ഗണേശനെ തോൽപ്പിക്കാൻ കഴിയില്ല. ഗണേശന് അതിനുള്ളൊരു മെയ്വഴക്കമുണ്ട്. മെയ്വഴക്കം ഗണേഷ് കുമാറിനുള്ള അത്ര രാഹുലിനില്ല. രാഹുൽ ഒരു പുതുതലമുറയുടെ ഒരു വക്താവ്, കുറച്ചുകൂടെ ന്യൂജനാണ്. ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് ആ പഴയ ഒരു തലമുറയുടെ കുറച്ച് അവശിഷ്ടങ്ങളൊക്കെ പേറുന്നുണ്ട്. പഴയ തലമുറ ഇതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്ത് എന്നും ഗണേഷ് കുമാറിന് നല്ല വ്യക്തതയോടെ ബോധ്യമുണ്ട്. അതുകൊണ്ടാണല്ലോ വളരെ കൂളായി ഒരു മന്ത്രിയുടെ വസതിയിൽ ഈ രക്ഷാപ്രവർത്തനം ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത്. രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഹോട്ടലിലേക്ക് പോകുന്നു, അവരുടെ ഫ്ലാറ്റിൽ പോകുന്നു.
രാഹുലും ഒരു പുതിയ ന്യൂജൻ ശൈലിയിലായിരുന്നു ഇതൊക്കെ തുടർന്നത്. പക്ഷെ അത് അത്തരം അബദ്ധങ്ങൾ ഗണേഷിൻ്റെ കാര്യത്തിൽ സംഭവിക്കില്ല എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഗണേഷിനും രാഹുലിനും സമാനമായ ചില അബദ്ധങ്ങളൊക്കെ മുൻപ് സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും പേറുന്നുണ്ട്. പക്ഷെ അതിലൊന്നും വലിയ പരിക്കേൽക്കാതെ പിടിച്ച് ഗണേഷ് കുമാറിനെ നിർത്താൻ ഗണേഷ് കുമാറിൻ്റെ അച്ഛന് കഴിഞ്ഞു. അച്ഛൻ അപാരമായി വഴക്കമുള്ളയാളാണ്, വലിയ നേതാവാണല്ലോ. അപ്പോൾ ബാലകൃഷ്ണപിള്ളയെ സംബന്ധിച്ച് മകന് വേണ്ടി ഒത്തിരി പണം കളഞ്ഞിട്ടുണ്ട് എന്നൊക്കെ അവരുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ തന്നെ എന്നോട് ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒത്തിരി ഈ സ്ത്രീ വിഷയങ്ങൾ വന്നിട്ടുണ്ട്. അതൊക്കെ ചിലതൊക്കെ പണം കൊടുത്ത് സെറ്റിൽ, അവർ പച്ചയ്ക്ക് പറഞ്ഞില്ല എങ്കിൽ പോലും ഞാൻ പണം കൊടുത്ത് സെറ്റിൽ ചെയ്തിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ എനിക്കതേക്കുറിച്ച് പ്രതികരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്തരം സംഭവങ്ങൾ ഒട്ടനവധിയുണ്ട്. ഗണേഷ് കുമാർ ഈ കാര്യത്തിൽ വളരെ പരിണിത പ്രജ്ഞനാണ്. ഈ ഗണേഷ് കുമാറിൻ്റെ ചെറുപ്പത്തിൽ ഇയാൾക്ക് പൈലറ്റ് ആവണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അന്ന് ഈ തിരുവനന്തപുരത്ത് മന്ത്രിമാരുടെ മക്കളൊക്കെ പൈലറ്റ് പരിശീലനത്തിന് പോകുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഇയാൾ ഇന്ന് അച്ഛനോട് പറഞ്ഞു എനിക്ക് പൈലറ്റ് ആവണം. അപ്പോൾ ഇവൻ്റെ ഏകദേശം സ്വഭാവം അറിയാം ബാലകൃഷ്ണപിള്ളയ്ക്ക്. എനിക്ക് പൈലറ്റ് ആകാനും ആഗ്രഹമുണ്ട്, സിനിമയിൽ അഭിനയിക്കാനും ആഗ്രഹമുണ്ട് അച്ഛന്ന് പറഞ്ഞു. അന്ന് ഈ കെ ജി ജോർജിൻ്റെ ഇരകൾ സിനിമ എടുക്കുന്ന സമയം കെ ജി ജോർജും പിള്ളയായിട്ട് ബാലകൃഷ്ണപിള്ളയും തമ്മിൽ നല്ല ബന്ധമാണ്. പിന്നെ ബാലകൃഷ്ണപിള്ള പറഞ്ഞു നീ പൈലറ്റായി മുകളിൽ പോയി കളിക്കുന്നതിനേക്കാൾ നല്ലത് താഴെ നിന്ന് കളിക്കുന്നതാണ്. അപ്പോൾ സിനിമയായിരിക്കും നല്ലത്, മറ്റേ കൈവിട്ടു പോകും. ഇപ്പോൾ കൈവിടാത്ത കളി ഇപ്പോൾ തിരുവനന്തപുരം, എറണാകുളവും ചെന്നൈയൊക്കെ ആണല്ലോ. അന്ന് ചെന്നൈയിൽ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട് ബാലകൃഷ്ണപിള്ളയ്ക്ക്. പിന്നീട് മകൻ അത് ചെന്ന് കയ്യേറുകയൊക്കെ ചെയ്തു. അത് വേറെ കഥ, അത് പോട്ടെ. എന്തായാലും അങ്ങനെ സിനിമയിൽ അഭിനയിക്കാൻ വിടുന്നു. കെ ജി ജോർജിൻ്റെ ഇരകളാണെന്ന് തോന്നുന്നു ആദ്യത്തെ സിനിമ. അങ്ങനെ സിനിമാ ലോകത്തേക്ക് വന്നു. പിന്നെ സിനിമയിൽ വലിയ ഒരു ചങ്ങാത്തം കിട്ടി തിരുവനന്തപുരത്ത്. അന്നത്തെ ഈ പ്രിയദർശൻ, മോഹൻലാൽ, ഈ തിരുവനന്തപുരം ടീംസുമായിട്ട് പെട്ടെന്ന് കേരളം ഭരിക്കുന്നതിന് മന്ത്രിയുടെ മകനല്ല, അവരൊക്കെ ഈ ചങ്ങാത്തം വെച്ച്, അതായത് ഈ ബാലഗോപാൽ, ആ ഒരു വലിയ നെക്സസ് കിട്ടി. ഈ വഴുതക്കാട് കേന്ദ്രീകരിച്ച് ഇവരുടെ ഒരു കോക്കസൊക്കെ ഉണ്ടായിരുന്നു. ആ കഥകളൊക്കെ അക്കാലത്ത് ഭയങ്കര തമാശ നിറഞ്ഞതാണ്. അതിലൂടെ അടിച്ച് കളിച്ച് അങ്ങനെ വളർന്ന ഗണേഷ് കുമാറിന് ചെറുപ്രായത്തിൽ തന്നെ ഏകദേശം അന്ന് 2001 ആദ്യത്തെ ഇലക്ഷൻ, അന്ന് പത്തനാപുരത്ത് ആദ്യ കന്നി എം എൽ എ ആയിട്ട് വരുമ്പോൾ അപ്പന് മന്ത്രിയാകാൻ പറ്റുന്നില്ല, കേസും ബുക്കാറും. അങ്ങനെ കേസ് കാരണം മന്ത്രിയാകാൻ പറ്റാതെ വന്നപ്പോൾ മകൻ ചാടിക്കയറി മന്ത്രിയായി വളരെ ചെറുപ്പത്തിൽ. ഭയങ്കര തലവരുന്നല്ല എല്ലാ കാര്യത്തിലും. അങ്ങനെ മന്ത്രിയായി. മന്ത്രിയാക്കരുത് എന്ന് വളരെ കർക്കശമായി പറഞ്ഞ ആളാണ് അച്ഛൻ ബാലകൃഷ്ണപിള്ള. മന്ത്രി ആവാതെ തന്നെ ഇത്രയും കളി കളിക്കുന്നു, ഇനി മന്ത്രിയും കൂടെ ആയാൽ പൂർണ്ണമായി കൈവിട്ട് പോകുമെന്ന്. പിന്നീട് യാമിനി തങ്കച്ചി കല്യാണം കഴിക്കുന്നു. സ്ഥിരം പ്രശ്നം. ഈ ബാലകൃഷ്ണപിള്ള തന്നെ അങ്ങോട്ട് ചെന്ന് എത്ര പഞ്ചായത്ത് പറയുന്നു. ഒടുവിൽ ബാലകൃഷ്ണപിള്ളയെ പോലും മർദ്ദിച്ചിട്ടുണ്ട് എന്ന സൂചന ആ കുടുംബത്തിൽ നിന്ന് തന്നെ ആളുകൾ പറയുന്നു. ചില വ്യക്തികൾ അക്കാര്യം പച്ചയ്ക്ക് പറഞ്ഞിരിക്കുന്നു. ഒടുവിലാണ് ഗത്യന്തരമില്ലാതെ അടിച്ചൊരു പരുവായി കഴിഞ്ഞപ്പോൾ യാമിനി തങ്കച്ചി തിരിച്ചടിച്ചത് ഏതോ ഒരു സിനിമയുടെ കഥ പറഞ്ഞ പോലായിപ്പോയി. അത് ഇഞ്ചപ്പരുവാക്കി. പിന്നീട് 2014 ഇവരുടെ ബിന്ദുവായിട്ടുള്ള വിവാഹത്തിന് ശേഷം ബിന്ദു തന്നെ പറഞ്ഞു കേട്ടില്ലേ എത്ര ഇഷ്യൂസ്, എത്ര കഥകൾ. അപ്പോൾ 5000-ഓളം ഉണ്ടോ? നമ്മൾ മുമ്പ് മോഹൻലാലിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുള്ളത് 3000-ഓളം. പക്ഷേ ഈ മോഹൻലാലിനൊക്കെ സംബന്ധിച്ച് അയാൾക്കൊക്കെ വലിയ തന്മയത്വമുണ്ട് നല്ല ഇക്കാര്യത്തിലൊക്കെ. ഇത്തരം ചില സ്വഭാവമുള്ളവർ ഒരിക്കലും ഒരു ക്രൂവൽറ്റി കാണിക്കരുത്. അത് ഭാര്യയോട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഈ ക്രൂവൽറ്റി വരുമ്പോഴേക്കും ഇതിന് ഒരു വളരെ ക്രിമിനൽ സ്വഭാവമാകും. മറുവശത്ത് ഞാൻ വലിയ വിശാല ഹൃദയനാണ്. എൻ്റെ മണ്ഡലത്തെ ചേർത്ത് പിടിക്കും, മണ്ഡലത്തിലെ ആളുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ഉയിരുകളെയും എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ എൻ്റെ മണ്ഡലത്തിലുള്ള സ്ത്രീകളോടൊക്കെ ചോദിച്ചു നോക്ക് എന്നൊക്കെ പറഞ്ഞുള്ള ഒരു മഹാൻ്റെ ഒരു വ്യക്തിത്വ അടയാളം രേഖപ്പെടുത്തലുണ്ടല്ലോ, അത് നമുക്ക് സഹിക്കാൻ പറ്റിയല്ലാത്ത. പക്ഷേ ചില കാര്യങ്ങൾ ഇയാളെ സമ്മതിക്കണം. സോളാർ നായിക ഒരിക്കൽ പറഞ്ഞിരുന്നു ആണൊരുത്തൻ കണ്ടത് ഇവനെയാണ്. വളരെ പച്ചയ്ക്ക് പറഞ്ഞു, ഞാൻ ജീവിതത്തിൽ ആണൊരുത്തനെ കണ്ടത് ഇവനെയാണ്, എനിക്ക് അതുകൊണ്ട് എന്നും അയാളുടെ പ്രണയമാണ് എന്ന സോളാർ കാലഘട്ടത്തിലൊരു നായിക പറഞ്ഞിട്ടുണ്ട്. അവർ ഇയാളെ ചേർത്ത് പിടിച്ചു, ഒരിക്കൽ പോലും ഇയാളെ ക്രൂശിക്കാൻ ശ്രമിച്ചില്ല. എന്ന് മാത്രമല്ല, അന്ന് ഉമ്മൻചാണ്ടി എന്നൊരു വ്യക്തിത്വം ഉടച്ച് കേരളത്തിന് മുന്നിൽ ഏറ്റവും വികൃതമാക്കാൻ ശ്രമിച്ച ആ സോളാർ നായികയുടെ പിന്നിൽ കളിച്ചത് ഗണേഷ് കുമാറാണ് എന്ന് കൊട്ടാരക്കര കോടതിയിൽ നടക്കുന്ന വാദപ്രതിവാദങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്നു, CBIയുടെ എൻക്വയറിയിൽ നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ആ ഉമ്മൻചാണ്ടിയുടെ ഒരു മനസ്സ് വേദനിച്ചതിൻ്റെ ഒരു ശാപം അത് ഇയാളുടെ തലയിൽ വന്ന് പെടാതിരിക്കില്ല. പക്ഷേ അത്ഭുതകരമെന്ന് പറയട്ടെ, അഭിനയമാണ് പലപ്പോഴും കേരളത്തിനെ ജനങ്ങളെ കബളിപ്പിക്കാൻ സാധിക്കുന്ന ഒരു സംഗതി. അതുകൊണ്ടാണ് ഈ പത്തനാപുരത്തെ ജനങ്ങൾ ഈ അഭിനയത്തിന് മുന്നിൽ അങ്ങ് തളർന്നു പോകുന്നത്.
ഗണേഷ് കുമാറിന് ഓരോ ദിവസവും ഇങ്ങനെ ഭൂരിപക്ഷം കൂട്ടി കൊടുക്കുന്നത്, അയാളുടെ ഒരു ആത്മവിശ്വാസം ഉയർത്തുന്നത്, കൂടുതൽ ഈ ഹിതങ്ങളിലേക്ക് അയാളെ തള്ളിവിടുന്നത്, അങ്ങനെ വല്ലാത്തൊരു കാലഘട്ടത്തിൻ്റെ വല്ലാത്തൊരു നേതാവായി ഗണേഷ് കുമാർ മാറിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിലൊന്നും വലിയ അതിശയം ഇല്ല. ഈ തീവ്രത അളന്ന് ഇതുവരെ അങ്ങ് പത്തനാപുരത്ത് എത്തിയിട്ടില്ല ഈ CPM-ൻ്റെ ടീം. നിസ്സാര വിഷയമല്ല ഈ പറയുന്ന പോലെ തന്നെ ഹിതമാണോ അവിഹിതമാണോ അവിടെ നടന്നത് എന്തോ, പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഗുരുതരമായ വിഷയങ്ങൾ അതാണ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് അയാളുടെ ഭാര്യ, അവർക്ക് നേരെ ഉണ്ടായ ചില കയ്യേറ്റങ്ങൾ, അതിനെ അവർ ഇതുവരെ തള്ളിക്കളയാൻ സമ്മതിച്ചിട്ടില്ല, തയ്യാറായിട്ടില്ല. പറയുന്ന പോലെ തന്നെ മാപ്പ് കൊടുത്തു എന്ന് പറയുന്നതല്ലാതെ അത് തള്ളിക്കളയുന്നില്ല അവർ. ഒരു അന്തിചർച്ച നമ്മൾ കാണുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ രാപകലില്ലാതെ അന്തിചർച്ചകൾ കണ്ടുകൊണ്ടിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. പക്ഷേ അതുപോലെ ഒരു അന്തിചർച്ച ഇവിടെ ഒരു മന്ത്രിയാണെന്ന് ഓർക്കണം. അവർ ടോൾ ഫ്രീ നമ്പറിലേക്ക്, സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു ടോൾ ഫ്രീ നമ്പറിലേക്കാണ് വിളിക്കുന്നത്. അവിടെ നിന്ന് പോലീസ് എത്തുന്നു, പക്ഷേ പോലീസ് തിരികെ പോകുന്നു. മറ്റൊരു കാര്യം, ഈ പറയുന്ന പേഴ്സണൽ സ്റ്റാഫ് അവരെ മർദ്ദിച്ചു എന്നുള്ള ഗുരുതരമായ ഒരു വിഷയം. സ്ത്രീപക്ഷക്കാരെവിടെ? അല്ല, വല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ അയാളെ നമ്മൾ ന്യായീകരിക്കാൻ അല്ല, പക്ഷേ അന്ന് ചില പൊള്ളത്തരങ്ങൾ തുറന്നു കാട്ടാനാണ് നമ്മൾ ശ്രമിച്ചത്. മറിച്ച് രാഹുൽ മാങ്കൂട്ടം ചോദ്യം ചെയ്യുന്നത് ഇപ്പോൾ ഗണേഷ് കുമാറിനെയാണ്. ഗണേഷ് കുമാർ ചോദ്യം ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ. സുരേഷ് ഗോപിയുടെ ഒരു പ്രയോഗമുണ്ട്, മറ്റേ മോൻ എന്നുള്ളൊരു പ്രയോഗം. അപ്പോൾ അതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സഹിക്കാൻ പറ്റിയല്ലാത്ത ട്രോളുകളാണ്. അപ്പോൾ ഈ എയിംസ് പ്രശ്നത്തിലാണല്ലോ സുരേഷ് ഗോപി. എയിംസ് അല്ല ഉദ്ദേശിച്ച് ഒരക്ഷരം മാറിപ്പോയി എന്നാണ് മറ്റേ മോനെ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വല്ലാത്തൊരു തലത്തിലെ കാര്യങ്ങളുടെ ഒരു പോക്ക്. ഒറ്റ കാര്യം ഉറപ്പിച്ചോ, അഭിനയം കൊണ്ട് എല്ലാം മൂടി വെക്കാമെന്നോ എല്ലാത്തിനെയും തെറ്റിദ്ധരിപ്പിക്കാമെന്നോ ആരും വ്യാമോഹിക്കേണ്ട. കാരണം പല സത്യങ്ങളും ഇതുപോലെ ഒരു ഉരുൾപൊട്ടൽ പോലെ പുറത്തേക്ക് വരുന്നത്. സത്യങ്ങൾ പലരെയും തകർത്തെറിയും. അതൊരു അഗ്നിശാപം പോലെ അവരെ പിന്തുടരും. വിജയിക്കുമായിരിക്കും. വിജയിച്ചൊരു ഘട്ടത്തിലെത്തുമ്പോൾ വരുന്നൊരു വീഴ്ചയുണ്ടല്ലോ, അത് ഭയാനകമായിരിക്കും. ഈ പത്തനാപുരത്തെ പെങ്ങന്മാർ എനിക്ക് വോട്ട് ചെയ്യും, അവരെന്നെ വിജയിപ്പിക്കും, എനിക്ക് പത്തനാപുരം ഇല്ലാതെ പറ്റത്തില്ല, പത്തനാപുരത്തുകാർക്ക് ഞാനില്ലാതെ പറ്റത്തില്ല എന്നൊക്കെ ഗണേഷ് കുമാർ ഭയങ്കര ആത്മവിശ്വാസത്തിലാണ് പറയുന്നത്. അല്ല, ആ പെങ്ങന്മാർ ഇനിയെങ്കിലും ചിന്തിക്കുമായിരിക്കും, നമുക്കറിയില്ല. ആ പെങ്ങന്മാർ ഒന്ന് മനസ്സിരുത്തി ചിന്തിക്കട്ടെ. പിന്നീട് ഒരു സമൂഹത്തിന് പ്രശ്നമുണ്ടോ എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും ഗണേഷ് കുമാർ ഉയർത്തിക്കൊണ്ടിരിക്കും. മറുവശത്ത് സമൂഹത്തിൻ്റെ പ്രശ്നം എന്നതിനേക്കാൾ ഉപരി എങ്ങനെയാണ് ഈ ഭാര്യ ഇപ്പോൾ സെറ്റിൽ ചെയ്യപ്പെട്ടിരിക്കുന്നത് അതറിയണമെങ്കിൽ ഇലക്ഷൻ കഴിയുന്നവരെ നമ്മൾ കാത്തിരിക്കണം. പക്ഷെ അപ്പോഴേക്കും കേരളമായിരിക്കും ബെഡുകളുടെ ഒരു കൂമ്പാരത്തിലേക്ക് ചെന്ന് വീഴുന്നത്. ഇലക്ഷനൊക്കെ കഴിഞ്ഞ് ഒരു മാസത്തിനുള്ളിൽ വീണ്ടും ഒരു പൊട്ടിത്തെറി കാണേണ്ടി വരും. അപ്പോൾ പൊട്ടിക്കരഞ്ഞ് കേരളത്തോട് എന്നെ വീണ്ടും കബളിപ്പിച്ചു, ഞാൻ പറ്റിക്കപ്പെട്ടു എന്ന് കേരളത്തോട് വീണ്ടും പറയുന്ന ഒരു ബിന്ദു മേനോനെ നമുക്ക് കാണേണ്ടി വരും. അന്നിനി തിരിച്ച് ചിന്തിച്ചിട്ട് വലിയ കാര്യമില്ല, അത്രേ ഉള്ളൂ. എന്തായാലും ഗണേഷ് കുമാറിൻ്റെ വിഷയത്തിൽ മന്ത്രിസ്ഥാനം രാജിവെക്കുന്ന ഘട്ടത്തിലേക്കൊക്കെ പോകുമോ? കാരണം ആവശ്യം ഉയർന്നിട്ടുണ്ട്, രാജിവെപ്പിക്കണം. ഇല്ല, അതിന് പരാതി വേണ്ടേ? അത് രാഹുൽ മാങ്കൂട്ടം വന്നപ്പോഴായിരുന്നു പരാതി ഒക്കെ കിട്ടുന്നതിന് മുമ്പ് MLA സ്ഥാനം പിടിച്ചു പറിക്കണമെന്ന് പറഞ്ഞിറങ്ങി. ഇത് പരാതിയില്ലല്ലോ, കോംപ്ലിമെൻസ് ആയില്ലേ? രണ്ടു കൂട്ടർക്കും സന്തോഷം. ആർക്കെങ്കിലും ധാർമ്മികത പ്രതീക്ഷിക്കരുത്. ധാർമ്മികത എന്താ ഇതില്? എന്തായാലും ഈ ഗണേഷിൻ്റെ വിഷയത്തിൽ പ്രതിസന്ധി ഉണ്ട് എങ്കിൽ തന്നെയും ഗണേശനെ അങ്ങനെ മാറ്റി നിർത്താനൊന്നും പിണറായിക്കും കഴിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ നടക്കുന്ന സംഭവവികാസങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്തായാലും ഒറ്റ ദിവസം കൊണ്ട് പ്രശ്നങ്ങൾ കോംപ്ലിമെൻറ്റ്സ് ആയത് കേരളം കണ്ടിരിക്കുകയാണ്. മാതൃഭൂമിയുടെ അവാർഡ് ചിലപ്പോൾ സുരേഷ് ഗോപി പത്തനാപുരത്ത് എത്തി കൊടുക്കുമായിരിക്കും, മികച്ച ഒരു കോൽകളിക്കാരൻ കാത്തിരുന്ന് കാണാം. എന്തായാലും കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം. തീർച്ചയായിട്ടും.